ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെഎം ജേണി. മരണമാസ്. നമ്മുടെ സലീം ഏട്ടൻ പറയുന്ന പോലെ, സലീം കുമാർ അദ്ദേഹം ആ സിനിമയിൽ പറഞ്ഞ പോലെ ചിരിക്കല്ലേ പിന്നെ ചിരി നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് സത്യത്തിൽ. തുടക്കം മുതൽ അങ്ങോട്ട് ചിരിച്ചു തുടങ്ങിയാൽ പിന്നെ എൻഡ് കാർഡ് വരെ ചിരി നിർത്താൻ പറ്റാത്ത, അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ ചിരി നിർത്താൻ പറ്റാത്തൊരു അവസ്ഥ. ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ ഓരോ ഓരോ ഡയലോഗിലും ചിരി കയറ്റിയിട്ടുള്ള ഒരു സിനിമ. അതാണ് മരണമാസ്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ചിരി തട്ടിത്തടഞ്ഞിട്ട് കാല് കുത്താൻ പറ്റാത്തൊരവസ്ഥ. എനിക്ക് തോന്നുന്നു സെക്കൻഡ് പാർട്ടിന് ശേഷം വന്ന ഒരു 5-10 മിനിറ്റ് നേരം മാത്രമാണ് ചിരി ഇല്ലാത്തത്. അതും വളരെ എൻഗേജിംഗ് ആയിട്ട് വളരെ അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. ആ തുടക്കത്തിലെ കുറച്ച് ഭാഗം മാത്രം ചിരി ഇല്ലാതെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയി. പക്ഷെ മൊത്തത്തിൽ ഇതിൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും എന്താ പറയാ, ഒരാൾ മരിച്ചത് കണ്ടിട്ട് ചിരിക്കുന്നത് ആദ്യമായിട്ടാണെന്നൊക്കെ പറയില്ല നമ്മള്. ചില സമയത്ത് പറയില്ല, ഒരു ആക്സിഡന്റ് കണ്ടിട്ട് ചിരിക്കുന്നത് ആദ്യമായിട്ടാണെന്നൊക്കെ പറയുന്നതൊക്കെ പോലെ അങ്ങനത്തെ കുറെ മൊമെന്റുകൾ ഉണ്ട്. കാരണം ഇത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും ഒരാളുടെ ഒരു സാഡ് ആയിട്ടുള്ള, അയാൾ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള അവസ്ഥയാണെങ്കിലും അവിടെ ചിരിയാണ് വരുന്നത്. കാരണം ഓരോ ഡയലോഗിലും ചിരി മസ്റ്റ് ആണെന്നുള്ള രീതിയിൽ മനഃപൂർവ്വമാണ് എഴുതിയിട്ടുള്ളത്. ആൻഡ് സ്ക്രിപ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ്. നമ്മുടെ സിജു സണ്ണി പുള്ളിക്കാരൻ തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലെ പ്രധാന ഒരു കഥാപാത്രം ചെയ്യുന്നതും പുള്ളിക്കാരൻ തന്നെയാണ്. ആ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് സ്ക്രിപ്റ്റിൽ അവർ ചെയ്തിരിക്കുന്ന ഒരു വർക്ക്, കാരണം ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. വെറുതെ ഒരു ഡയലോഗിൽ മാത്രം ചിരിപ്പിക്കാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല. ആ ഡയലോഗ് കോമഡിയായി മാറുന്ന സിറ്റുവേഷൻ മൊത്തത്തിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാവണം. അതിന്റെ മുമ്പത്തെ സീനുമായിട്ട് ചിലപ്പോൾ കണക്ഷൻ വേണ്ട കുറെ സാധനങ്ങൾ ഉണ്ടാവും, അത് ആലോചിച്ചിരിക്കുന്നതാവണം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഇതിൽ പെർഫോം ചെയ്തിട്ടുള്ള എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആണ്. പെർഫോമൻസിൽ ഒരാൾ പോലും മോശമാക്കിയിട്ടില്ല. അതിൽ പ്രധാനപ്പെട്ടത് എടുത്തു പറയുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ബേസിൽ തന്നെയാണ്. പുള്ളി എന്താ പറയാ, ഭയങ്കരമായിട്ടുള്ള ഒരു ഓറുള്ള ക്യാരക്ടർ എന്നൊക്കെ പറയാം. അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സ്ഥിരം പുള്ളിന്റെ കുറെ ശൈലികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ലുക്ക് കൊണ്ടാണെങ്കിലും ഒക്കെ ഭയങ്കര ഡിഫറൻസ് ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ജോയൽ ജോദൂർ പുള്ളി ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. രാജേഷ് മാധവൻ കിഡിലൻ ക്യാരക്ടറാണ്, അത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സ് ഭാഗത്തുള്ള പുള്ളിന്റെ പെർഫോമൻസ് വളരെ നന്നായിട്ട്. അങ്ങനെ പുള്ളി സീരിയസ് ആവുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നായികയാണെങ്കിലും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സുരേഷ് കൃഷ്ണ കൺവിൻസിങ് സ്റ്റാർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഡയലോഗ്, അതുപോലെ കുണുവാവ ഡയലോഗ് നന്നായിട്ട് വന്നിട്ടുണ്ട്. കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ മേക്കിംഗ് സ്റ്റൈല്, BGM, പറയുന്ന തമാശകൾ ഒക്കെ കുറിക്ക് കൊള്ളുന്ന തമാശകൾ, നന്നായിട്ട് പൊട്ടിച്ചിരിക്കാൻ പറ്റുന്ന തമാശകളുണ്ട്, ചെറിയ സ്മൈൽ കൊണ്ടുവരുന്ന തമാശകളുണ്ട്, ഭയങ്കരമായിട്ട് ചിരിച്ചാസ്വദിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, കൈയടിച്ചിരിക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. അങ്ങനെ എല്ലാ തരം ചിരിയും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അവര്. അത് വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, ഏറ്റവും അവസാനത്തെ ഇതിൽ പ്രധാനപ്പെട്ട സംഗതി നടക്കുന്ന ഒരു പരിപാടി ഉണ്ട്, അതുവരെ അവർ കോമഡി ആക്കി. പിന്നെ അതിനുള്ളൊരു കാരണം, ഇതിൽ ഒരു കഥാപാത്രം ചില കാര്യങ്ങൾ ചെയ്യുന്നതിലുള്ളൊരു കാരണമുണ്ട്, അത് ഭയങ്കര കോമഡി ഉണ്ട്. ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജേഷ് മാധവന്റെ ക്യാരക്ടറിന് ഒരു സൈക്കോ പോലെ കൊടുത്തിട്ടുണ്ടല്ലോ. സോ അദ്ദേഹത്തിന് ചില കാരണങ്ങളുണ്ട്, അതുവരെ ഭയങ്കര കോമഡിയാണ്. അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് അതിനേക്കാൾ കോമഡിയാണ്. അതൊക്കെ നന്നായിട്ടുണ്ട്. നിങ്ങൾ കണ്ടു തന്നെ അറിയാം. ഇപ്പൊ മിക്കവാറും കുറെ ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവും. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്ത പടമാണ്. എനിക്ക് ആകെ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് നായികയുടെ പെർഫോമൻസ് ഗംഭീര പെർഫോമൻസ് ആണ്. ഒരു പക്ഷെ ആ പെർഫോമൻസ് കൊണ്ട് തന്നെ ആയിരിക്കും അവരെ ഇതിൽ കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ പലപ്പോഴും ചിന്തിച്ചു, എന്തിനാണ് ഇവരെ ഇതിൽ കാസ്റ്റ് ചെയ്തത്? കാരണം 22 വയസ്സുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് വരുന്നത്, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സാധനങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു സീരിയസ്നെസ് ഫീൽ ചെയ്തില്ല. കാരണം ഒരു കുട്ടിത്താണ് ഫീൽ ചെയ്യുന്നത്. ഒരു +2 പഠിക്കുന്ന ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ ആയിരുന്നു. അതിന്റെ സ്ക്രീൻ ഏജ് നമുക്ക് കറക്റ്റ് കിട്ടുന്നില്ല. ബേസിലാണെങ്കിൽ പോലും ബേസിലിന്റെ ജോഡിയായിട്ടാണ് വരുന്നത്, പക്ഷെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പക്ഷെ പെർഫോമൻസ് കൊണ്ട് കംപ്ലീറ്റ്ലി അവർ കവർ ചെയ്തിട്ടുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. വളരെ നല്ല പെർഫോമൻസ് ആണ്. അത് ഒട്ടും ഒരു 0.1% പോലും നമുക്ക് നെഗറ്റീവ് പറയാനില്ലാത്ത പെർഫോമൻസ് ആണ്. പക്ഷേ ഈ ഒരു കാസ്റ്റിന്റെ ഒരു ലുക്കും കൂടി, നമ്മൾ ഫിസിക്കും അവരെ കാണുമ്പോൾ ഒരു ഫിസിക്കൽ അപ്പിയറൻസിനും കൂടെ ഒരു പ്രാധാന്യം ഉണ്ടല്ലോ, അത് ഒട്ടും ഇല്ലായിരുന്നു. ഒട്ടും. ആ ഫിസിക്കൽ അപ്പിയറൻസ് മാത്രം ഒരു മേ ബി നെഗറ്റീവ് എന്ന് തന്നെ പറയാം. അത് മാത്രമാണ് നെഗറ്റീവ് ആയിട്ട് ഇതിൽ പറയാനുള്ളത്. കണ്ണ് കട്ടാണ്ടിരിക്കാന്ന് വിചാരിക്കാം. പക്ഷെ വീണ്ടും പറയുന്നു, ഇവിടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല, നന്നായിട്ട്. അത് കരയുന്ന ഭാഗങ്ങളാണെങ്കിലും ചിരിപ്പിക്കുന്ന ഭാഗങ്ങളാണെങ്കിലും, അതും ആ സ്ക്രിപ്റ്റ് തന്നെ അങ്ങനെയാണ്. ഒരു സീനില്, അത് ഭയങ്കരമായിട്ടുള്ള ഒരു സീനാണ്. ആ സീൻ അത് അവര് പക്ഷെ അത്ര സീരിയസ് ആയിട്ട് അത് ചെയ്തിരുന്നെങ്കിൽ കയ്യിൽ നിന്ന് പോയിരുന്നു. പക്ഷെ അത് അവിടെ ഒരു കോമഡി അവർ കൊണ്ടത് അത് കവർ ചെയ്തു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു 2-2.5 മണിക്കൂർ നേരം നമ്മളെ അതിൽ കൂടുതലുണ്ടോ എനിക്കറിയില്ല. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന, ഫാമിലി ഓഡിയൻസിനൊക്കെ പോയി കാണാൻ പറ്റുന്ന, എല്ലാവർക്കും ചിരിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പടമാണ് ഈ മരണമാസ് എന്ന് പറഞ്ഞിട്ടുള്ള പടം. പിന്നെ അതുപോലെ നമ്മുടെ ബാബുവിന്റെ ക്യാരക്ടർ
അതും നല്ല കിടിലൻ ക്യാരക്ടറാണ്. ബാബു ആന്റണി ചെയ്തതിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള, ഈ അടുത്തായിട്ട് ഇത്തരം കോമഡി ഒരു ചേർത്തിട്ടുള്ള സാധനങ്ങൾ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്തു. തുടക്കത്തിൽ പുള്ളിയുടെ എൻട്രി ഒക്കെ വളരെ നന്നായിരുന്നു. അതുപോലെ ഒരു ഫൈറ്റ് രംഗത്തിൽ പുള്ളി ഇങ്ങനെ ഒരു സ്റ്റിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഫേസ് റിവീൽ ചെയ്യുന്ന സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിരുന്നു. പിന്നെ ആരും ഇതിൽ വിട്ടുപോയോ എനിക്കറിയില്ല. മൊത്തത്തിൽ ഒരു ഗംഭീര പടം ചെയ്തിട്ടുള്ള എല്ലാം സൂപ്പർ, എല്ലാം കോമഡി എന്ന് പറയുന്ന പടം ഉണ്ടല്ലോ, അത്തരത്തിൽ ഞാൻ ആസ്വദിച്ചൊരു പടമാണ് മരണമാസ്. സോ വീണ്ടും പറയാണ്, കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. കാണാത്തവരുണ്ടെങ്കിൽ പോണോ പോണ്ടേ മരണമാസം വേണോ വേണ്ടേ എന്ന് തീരുമാനിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. നിങ്ങൾക്ക് ഒരിക്കലും ടിക്കറ്റിന്റെ പൈസ പോലും സങ്കടപ്പെടേണ്ടി വരില്ല. പിന്നെ ഒരു ക്യാമിയോ ഉണ്ട്. ആ ക്യാമിയോ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പ്ലേസും അവിടെ പറയുന്ന ഡയലോഗും എല്ലാം ഗംഭീരം.